50ഉം 100ഉം 200ഉം കോടികൾ എന്ന പേരിൽ വരുന്ന മലയാള സിനിമകളുടെ കളക്ഷൻ കള്ളക്കണക്കാണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം കള്ളപ്പണം വെളുപ്പിച്ചെന്ന പരാതിക്ക് മേൽ അന്വേഷണം നടക്കുന്ന വേളയിൽ തന്നെ 2 നിർമ്മാതാക്കൾ കൂടി ഇഡിക്ക് മുൻപാകെ വിവരങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞു. 2024 പൊതുവെ മലയാള സിനിമയുടെ സുവർണകാലമായാണ് എല്ലാവരും കരുതിയത്. പ്രേമലു, മഞ്ഞുമൽ ബോയ്സ്, ആവേശം, ആടുജീവിതം തുടങ്ങിയ സിനിമകളാണ് ഈ വർഷം നേട്ടം കരസ്ഥമാക്കിയത്. അതിൽ തന്നെ മഞ്ഞുമൽ ബോയ്സ് 200 കോടി ക്ലബിൽ കയറിയെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതിനിടെയാണ് സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാൾ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത്. ആ പരാതിക്ക് പിന്നാലെ നടൻ സൗബിനെ കള്ളപ്പണ ഇടപാടിൽ ചോദ്യം ചെയ്തിരുന്നു. അതിനു പിന്നാലെ സിനിമാ മേഖലയിൽ നിന്ന് കൂടുതൽ പരാതികൾ വരികയാണ് ഇപ്പോൾ. മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ ലാഭം പെരുപ്പിച്ചു കാട്ടി കള്ളപ്പണം വെളുപ്പിച്ചതായുള്ള പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ മലയാള സിനിമയിലെ 2 നിർമ്മാതാക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വിവരങ്ങൾ കൈമാറിക്കഴിഞ്ഞു. പ്രദർശനത്തിന് 5ഉം 6ഉം മണിക്കൂറുകൾ മുമ്പ് തന്നെ ബുക്കിംഗ് ആപ്പിൽ ഹൗസ്ഫുള്ളായി കാണിക്കുന്ന ചില സിനിമകൾ പകുതിയിലധികം ഒഴിഞ്ഞ സീറ്റുകളോടെ പ്രദർശിപ്പിക്കുന്നതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും അടക്കമാണ് ഇഡിക്ക് പരാതി ലഭിച്ചത്. കളക്ഷൻ യാഥാർത്ഥ്യത്തെക്കാൾ മുകളിൽ ഉയർത്തി കാണിച്ചെന്നും റേറ്റിംഗ് കൂടിയെന്ന നിലയിൽ വരുത്തി തീർത്ത് പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കാനും ഒരു ലോബി പ്രവർത്തിക്കുന്നതായി ഇവർ കൈമാറിയ വിവരത്തിൽ ഉൾപ്പെടുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മലയാള സിനിമയിലെ 2 പ്രമുഖ നിർമ്മാതാക്കളാണ് പരാതി നൽകിയിരിക്കുന്നത്. സിനിമ റിലീസാകും മുമ്പേ അവരുടെ കൈവശമെത്തുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ സൗജന്യ ടിക്കറ്റുകളിൽ തുടങ്ങുന്നു ലോബിയുടെ പ്രവർത്തനം. കള്ളപ്പണം വെളുപ്പിക്കൽ ഉദ്ദേശത്തിൽ എത്തുന്ന ചിത്രങ്ങളിൽ ഇവരുടെ പങ്കാളിത്തമുണ്ടാകും. ഇത്രയും സിനിമയുടേതായി വിറ്റുപോയ ടിക്കറ്റുകൾ എന്ന് കാണിക്കുന്നതാണ് അടുത്ത പടി. ലോബിയുമായി സഹകരിക്കാത്ത നിർമ്മാതാക്കളുടെ സിനിമകൾ തിയേറ്ററിൽ നിന്നും പുറത്താക്കാനും ശ്രമം നടക്കാറുണ്ടത്രേ. ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിലും കള്ളക്കളി നടക്കുന്നതായി ഇഡിക്ക് മുൻപാകെ ലഭിച്ച പരാതിയിൽ പരാമർശമുണ്ട്. പ്രദർശനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഹൗസ്ഫുള്ളായി കാണിക്കുന്ന സ്ക്രീനുകൾ പകുതിയിലേറെ ഒഴിഞ്ഞു കിടക്കുന്ന ചിത്രങ്ങൾ സഹിതമാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഇതും ലോബിയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നതാണെന്നാണ് പരാമർശം. കള്ളപ്പണം വെളുപ്പിക്കുന്നതിനായി ടിക്കറ്റ് കളക്ഷൻ കണക്കുകൾ പെരുപ്പിച്ചു കാട്ടിയെന്ന ആരോപണത്തെ തുടർന്ന് മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിയമോപദേശം തേടുകയുണ്ടായി. കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിൽ നിർമ്മിച്ച എല്ലാ വിജയ ചിത്രങ്ങളുടെയും നിർമ്മാണ ചെലവ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഇഡി. കേരളത്തിലെ തിയേറ്റർ മേഖലയിൽ കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നതായി ആരോപിക്കപ്പെടുന്ന സംഭവങ്ങളെക്കുറിച്ച് 2 ചലച്ചിത്ര പ്രവർത്തകർ ഇഡിക്ക് വിവരങ്ങൾ നൽകിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കൂടുതൽ അന്വേഷണങ്ങൾക്ക് ആരംഭം കുറിക്കുകയാണ്. സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ ഷോൺ ആന്റണി, സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് നിർമ്മാതാക്കൾക്കെതിരെ ഇഡി അന്വേഷണം തുടങ്ങിയത്. സിനിമയ്ക്ക് വേണ്ടി 7 കോടിയോളം രൂപ മുടക്കിയ നിർമ്മാണ പങ്കാളിക്ക് 250 കോടി രൂപ ലാഭമുണ്ടായിട്ടും മുടക്കുമുതൽ പോലും തിരിച്ചു നൽകിയില്ല എന്നായിരുന്നു പരാതി. തുറവൂർ സ്വദേശി സിറാജിന്റെ പരാതിയിൽ എറണാകുളം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു പോലീസ് കേസെടുത്തത്. ചിത്രത്തിന്റെ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് 7 കോടിയോളം രൂപ തട്ടിയെടുത്തു എന്നാണ് സിറാജിന്റെ പരാതി. ചിത്രത്തിന്റെ OTT വിൽപ്പനയടക്കം നടന്നിട്ടും 1 രൂപ പോലും നിർമ്മാതാക്കൾ തിരികെ നൽകിയില്ലെന്നും പരാതിക്കാർ പറയുന്നുണ്ട്. മരട് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സിവിൽ നിയമപ്രകാരം നടപടി ആവശ്യപ്പെട്ട് സിറാജ് നൽകിയ ഹർജിയിൽ നിർമ്മാതാക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ എറണാകുളം സബ് കോടതി ഉത്തരവിട്ടിരുന്നു. നിർമ്മാണ കമ്പനിയായ പറവ ഫിലിംസിന്റെയും പാർട്ണർ ഷോൺ ആന്റണിയുടെയും 40 കോടിയുടെ ബാങ്ക് അക്കൗണ്ടാണ് എറണാകുളം സബ് കോടതി മരവിപ്പിച്ചത്. മുൻ ധാരണ പ്രകാരമുള്ള ചതിയാണ് നടന്നിരിക്കുന്നത് എന്ന നിലയിലുള്ള റിപ്പോർട്ടാണ് മരട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. 22 കോടിയോളം രൂപ സിനിമയുടെ ചിത്രീകരണത്തിനായി ചെലവായെന്ന് നിർമ്മാതാക്കൾ പറയുന്നുണ്ടെങ്കിലും അന്വേഷണത്തിൽ 18 കോടി രൂപ മാത്രമാണ് കണ്ടെത്താനായത്. ഇതേ തുടർന്നാണ് പോലീസ് അന്വേഷണത്തിന് പിന്നാലെ ഇഡിയും രംഗത്തെത്തിയത്.